ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഒരുപാട് വിദ്യാർത്ഥികൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവധി അറിയിപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മറ്റ് അറിയിപ്പുകളോടൊപ്പം ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന, അതായത് +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വീഡിയോകൾ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നൊക്കെ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പരമാവധി പല സ്രോതസ്സുകളിൽ നിന്നും ശ്രമിച്ചിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏറ്റവും പുതിയ തീരുമാനം അത് വിദ്യാർത്ഥികളെ അറിയിക്കുക എന്ന വലിയൊരു ദൗത്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ മാർച്ച് മാസത്തിൽ നടത്തുമെന്ന ഒരു പ്രഖ്യാപനം വരികയും പിന്നീട് പ്രതിഷേധങ്ങളുടെ ഫലമായിട്ട് മാറ്റി പിന്നീട് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇംപ്രൂവ്മെന്റ് എക്സാം. പക്ഷെ ഇത്തവണ ഈ വർഷത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ വ്യക്തമായ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു. അത് മാർച്ച് മാസത്തിൽ തന്നെ, അതായത് പബ്ലിക് എക്സാമിന്റെ കൂടെ തന്നെ +1 ഇംപ്രൂവ്മെന്റ് നടത്തുമെന്ന്. പക്ഷേ വിദ്യാർത്ഥികൾ പറയുകയുണ്ടായി, +2വിന്റെ ടോപ്പിക്ക് നമുക്കറിയാം വളരെ വിപുലമായിട്ടുള്ള ടോപ്പിക്കാണ്. അതിന്റെ കൂടെ ഒരു വർഷം മുമ്പ് പഠിച്ച +1 കൂടി എടുത്ത് പഠിക്കുന്ന കാര്യം, അത് പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങൾ, മാത്സ് ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ, വലിയ ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതും കിട്ടില്ല ഇതും കിട്ടില്ല എന്ന ഒരു തരത്തിലേക്ക് വിദ്യാർത്ഥികൾ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി, പ്രശ്നങ്ങൾ പറയുകയുണ്ടായി. അതല്ലാതെ ഒരു സെപ്റ്റംബർ മാസം ഒക്കെ ഒരു ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തി തീർന്നു കഴിഞ്ഞാൽ അത്രമാത്രം വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഭാരം മാറിക്കിട്ടി. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട് നിന്നാൽ അതിനു വേണ്ടി പ്രത്യേക സമയമോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എക്സാം ഡ്യൂട്ടി ആയിക്കോട്ടെ, മറ്റ് അഡീഷണൽ ചെലവുകളായിക്കോട്ടെ, അതിനേക്കാളും ഒരു പബ്ലിക് എക്സാമിന്റെ കൂടെ തന്നെ +1 ഇംപ്രൂവ്മെന്റ് നടത്തുകയും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എഴുതുകയും ഇംപ്രൂവ്മെന്റ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് അതിൽ ഒരു മാറ്റവും ഇതുവരെയും വിദ്യാഭ്യാസ വകുപ്പ് വരുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലേക്ക് വളരെ നിരാശാജനകമാണെങ്കിൽ പോലും അറിയിക്കാനുള്ള അപ്ഡേറ്റ്. അപ്പോൾ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട്